ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു fabbsonwheels. സോ കുറേ ദിവസങ്ങളായല്ലേ എല്ലാവരും തമ്മിൽ ഇത് കണ്ടിട്ട്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ വണ്ടിയുടെ അപ്ഡേറ്റ്സുമായിട്ടാണ്. ഒരുപാട് മെസ്സേജസാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ഞാനും ക്യൂരിയസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഒരു പണിയൊക്കെ എവിടം വരെ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് നോക്കാനൊന്നും പറ്റിയിട്ടില്ല. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ വർക്കിംഗ് ആണ്. സോ ടൈം വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മളുടെ വണ്ടി സിനിമയിലെടുത്തു. ഈ തമ്പനയിൽ കണ്ടിട്ടാവും നിങ്ങൾ വന്ന് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ വന്ന് പണി മേടിച്ച മച്ചാന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലാവുമെന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാം. നമ്മളെ മഹേഷും മാരുതിയും എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലിയുടെ പുതിയൊരു ഫിലിം വരുന്നുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, അതിൽ വന്നിട്ടുള്ള ആ ഒരു വണ്ടി അല്ലെങ്കിൽ Ss80 തന്നെയാണ്, നമ്മളുടെ സെയിം വണ്ടി തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മളുടെ വണ്ടിയല്ല, വേറെ Ss80 ആണ് അതിനകത്ത് എടുത്തിട്ടുള്ളത്. സോ നമ്മളെ സംബന്ധിച്ചോളം, അതായത് നമ്മളുടെ വിൻറ്റേജ് ഫാൻസിനെ സംബന്ധിച്ചോളം അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. സോ അതുകൊണ്ടാണ് ഇന്നത്തെ തമ്പനിയിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു തമ്പനിയിലിട്ട്. എനിവേ, എന്തായാലും നമുക്ക് കാര്യങ്ങളോട്ട് കിടക്കാം. ഒരുപാട് ദിവസത്തെ വീഡിയോസൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പാച്ച് വർക്കിൻ്റെ വീഡിയോസ് ആയതുകൊണ്ട് അത് ഇടാതിരുന്നതാണ് മനഃപൂർവ്വം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിക്വസ്റ്റിനെ തുടർന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വളരെ ക്യൂരിയസ്, നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ ക്യൂരിയസ് ആണ്. നമുക്ക് എന്തായാലും വണ്ടിയുടെ സ്റ്റാറ്റസ് എന്താ, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വണ്ടിയുടെ ഓൾമോസ്റ്റ് 50% വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് ആവുമെന്ന് വിചാരിച്ച് നമുക്ക് എന്തായാലും എപ്പിസോഡിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ, നമ്മുടെ വണ്ടിയുടെ മുകളിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം നമ്മളെടുത്തതോ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. സോ എന്നിട്ട് മനോഹരൻ സ്ക്രീനിലൂടെ മിന്നി മറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നുള്ളതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും പറക്കി മാറ്റാൻ, ഇതിനകത്ത് കുറേ സാധനങ്ങൾ ബാലൻസ് കിടക്കുന്നതൊക്കെ മനോഹരൻ പറക്കി മാറ്റുകയാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഇൻറ്റീരിയറിൻ്റെ അവസ്ഥ ഉണ്ടോ, എങ്ങനെ കിടന്നതാണ് നോക്കി. ആ പുതിയ ഒരു ഷീറ്റ് കാണുന്നിടത്തെല്ലാം നമ്മൾ പാച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനോഹരൻ വന്നിട്ട് പറയും. മനോഹരൻ പറയും. പാച്ച് വർക്ക് ഇപ്പോൾ ഏകദേശം എല്ലാം തീർന്ന്, മൊത്തം പണികളും തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നോക്കണം, എന്തെങ്കിലും ചില്ലറ വർക്കുകളെല്ലാം വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കി നമ്മൾ ചെയ്യും. അപ്പോൾ ഏകദേശം ഇത്രയും വലിയ 1.5 ഷീറ്റിന് മേളിൽ ഇതിനകത്ത് കയറി, അടിയിലും ഫ്ലാറ്റിലും മൊത്തമായിട്ട്. ഞാനൊരു അംബാസഡർ പണിഞ്ഞിട്ട് പോലും ഇത്രയും ഷീറ്റ് ഇതിനകത്ത് ആ വണ്ടികൾക്കകത്തൊന്നും ആയിട്ടില്ല. 1.5 ഷീറ്റൊന്നും ഒരു വണ്ടികൾക്കും ഞാൻ വലുതായിട്ട്, ഒരുപാട് അംബാസഡർ പണിഞ്ഞിട്ടുണ്ട്, അത്രയും ആയിട്ടില്ല. പക്ഷേ ഇതൊരു 800-നകത്ത് ഇത്രയും കയറുക എന്ന് വെച്ചാൽ വലിയ പാച്ച് വർക്കാണ്. പിന്നെ ഇനി എങ്ങനെയുണ്ട് ഇത് ചെയ്തിട്ട്? ഇപ്പോൾ എന്താണ് മനോഹരന് ഫീൽ ചെയ്യുന്ന കാര്യം? ഇനിയിപ്പം എന്താ വർക്ക് നമ്മുടെ ടോട്ടലി നമുക്ക് എൻജിൻ എന്താണ് അതിൻ്റെ കാര്യം? ഇനിയിപ്പം ബ്രേക്ക് ലൈനും പെട്രോൾ ലൈനും എല്ലാം കൊടുത്തിട്ട് എല്ലാം പിടിപ്പിച്ചുകൊണ്ട് എൻജിൻ കയറ്റുക എന്നുള്ളതാണ്. എൻജിനും ഗിയറും കയറ്റുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ടാങ്ക് കയറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇൻറ്റീരിയറിനകത്ത് നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ ഇത്രയും. നിങ്ങൾ നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടാൽ നമുക്ക് താങ്ങുന്ന രീതിയിലല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഫുള്ള് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കണ്ട് മാത്രമാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. പക്ഷേ ഇത്രത്തോളം ഒരു പണി ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പണമെന്നുള്ള കാര്യം നമുക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. കാര്യം 800 ടോപ്പൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പാച്ച് വർക്ക് ചെയ്യുന്നത്. കാരണം ഇത്രയും ഒരുപാട്, ഇപ്പോൾ എൻ്റെ 25 വർഷത്തോളമായി ഞാൻ ഈ രംഗത്തിറങ്ങിയിട്ട്. എൻ്റെ ആശാന്മാർ പോലും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ടോപ്പ് പാച്ച് വർക്ക്, അത്രയും പൊടിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു കൊടുവായിപ്പോയി. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന വെച്ചാൽ, ഇതിനകത്ത് അതിൻ്റെ റൂഫാണ്. ആ റൂഫിനകത്ത് പോലും ആ റസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ടോ. ശരിക്കും ഫ്ലഡ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി നേരിട്ട അതേ രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കണം ഈ ഒരു വണ്ടി താങ്ങിപ്പോൾ. കാര്യം അതാണ് മനോഹരൻ എപ്പോഴും എന്നോട് പറയുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിൽ ഫ്രണ്ട് സീറ്റിലെ കോ ഡ്രൈവറിൻ്റെ സീറ്റ് മാത്രം, ആ പോർഷൻ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഫ്ലാറ്റിനകത്ത് പാച്ച് വർക്ക് ചെയ്യാത്തത്. ബാക്കി നമ്മുടെ ബാക്കിലത്തെ സീറ്റിൻ്റെ അടി, അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും, അതിൻ്റെ വീൽ ആർച്ച്, അതിൻ്റെ ബാക്ക് പോർഷൻ, അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ട് കാണുമല്ലോ. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതെല്ലാം തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി ഇപ്പം ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി, നമുക്ക് എന്തായാലും ഇനി എക്സ്റ്റീരിയറിൻ്റെ അതുപോലെ ബാക്ക് സൈഡും ബാക്ക് പോർഷനൊക്കെ ഒന്ന് നോക്കാം. ഈ സൈഡ് ഇതിനകത്ത് ഈ അരിപ്പ പോലൊരു സാധനമാണ്. ഈ സൈഡിൽ വരുന്നത്, ഈ സൈഡിൽ വരുന്ന സാധനം ഇതുണ്ട്, അരിപ്പയാണ്. എൻ്റെ മുഖം അതിനകത്തൂടെ നിങ്ങൾക്ക് കാണാം. അതെ, ഈ ഏറ്റവും കൂടുതൽ പണിയിട്ട് എനിക്ക് തോന്നുന്നത് ബാക്കിലാണെന്ന് തോന്നുന്നല്ലേ. ബാക്ക് വശം പൊടിഞ്ഞ് നാശമായി. ഇതുണ്ടോ ഒരു ബലമില്ലാത്ത ഒരു തകിട്, ഇതുണ്ടോ വാച്ച് വർക്കിൻ്റെ ഒരു വണ്ടിയുടെ തകിടാണ്, പൊടിഞ്ഞ് അത് ഇല്ലായ്മയായിപ്പോയി. മനോട്ടൻ ശരിക്കും പറഞ്ഞ ഗ്ലാസ് എടുത്ത് തലേ വെച്ചിട്ടാ താങ്ങിയത്.
പിന്നെ ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടി നിങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും ഒരു കാരണവശാൽ ഇത്രയും ഇതായിട്ടുള്ള ഒരു വണ്ടി ഒരിക്കലും പോയി നിങ്ങൾ തല വെച്ച് കൊടുക്കരുത്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമല്ല, ഞാൻ മാത്രമല്ല, അഖിലുണ്ട്, അരുണുണ്ട്, ശരണുണ്ട്, ഞങ്ങളെല്ലാവരും ഈ വണ്ടി എടുക്കാൻ പോയതും കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെല്ലാം വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കലും നിങ്ങൾ പെയിൻ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടൊരു വണ്ടി എടുക്കരുത്. മിനിമം ഒരു ചുറ്റലും കൊണ്ടെങ്കിൽ പോയിട്ട് വേണം ഇങ്ങനെയുള്ള അബാൻഡായിട്ടൊരു വണ്ടി എടുക്കാൻ പറ്റും. നമുക്ക് പിന്നെ ആ ഒരു സമയത്ത് കിട്ടിയത് ഈ ഒരു വണ്ടിയായിരുന്നു. പക്ഷേ നമ്മൾ പണി ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്കിത് ഉപേക്ഷിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഇറങ്ങി തിരിച്ചൊരു കാര്യമുണ്ട്, അത് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഈ റൂഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഈ സൈഡിലത്തെ റൂഫ് ഏകദേശം എല്ലാം തീർന്നു. അപ്പുറത്തെ സൈഡ് മൊത്തം ഫ്ലാറ്റ്. ഇത് റൂഫിൻ്റെ ടോപ്പ് വാട്ടർ ചാനലും ഔട്ടർ ബോഡിയും രണ്ടും പാച്ച് വർക്ക് ചെയ്ത്. ഇത് വാട്ടർ ചാനലൊന്ന് ഒരു പൊടിഞ്ഞിട്ട് ബിസ്ക്കറ്റ് പോലെ നമുക്ക് ഒടിച്ചെടുക്കാമായിരുന്നു. തകട് ബിസ്ക്കറ്റ് പോലെ ഒടിച്ചെടുക്കാൻ പറ്റിയ തകട്. കാരണം ഉള്ളിലെ തകടൊക്കെ അതേ കണക്ക് പൊടിഞ്ഞു പോയായിരുന്നു. അതുപോലത്തെ പോയായിരുന്നു അല്ലേ? വാട്ടർ ചാനൽ പണിത് വെച്ച് ടോപ്പിൻ്റെ മുകളത്തെ പീസ് പണിത് വെച്ച് ഇതൊന്നും അങ്ങനെ ഒരു വണ്ടിക്കും അങ്ങനെ ഇതേടം വരെ പൊടി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പൊടിഞ്ഞിട്ടുണ്ട്, അംബാസഡറിന് പൊടിഞ്ഞിട്ടുണ്ട്. അംബാസഡറിന് ടോപ്പൊക്കെ അംബാസഡറിനൊക്കെ പൊടി അങ്ങനെ സാധാരണ വരാറുള്ളതാണ്. പക്ഷേ മാരുതിക്ക് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പണി വരുന്നത്. ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റും. മനോട്ടാ ഒന്ന് കാണിച്ചിരുതാ. ഇത് കണ്ടോ, ബാക്കിലത്തെ റൂഫിൻ്റെ അതിൻ്റെ ലാസ്റ്റ് സി പില്ലർ തൊട്ട് നമ്മുടെ സി പില്ലർ തൊട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന ആ പോർഷൻ ഫുള്ള് കട്ട് ചെയ്തിട്ട് പുതിയ സാധനം അടിച്ചു വെച്ചിരിക്കുക. ഇത് കണ്ടോ, ഇവിടം വരെ പുതിയ പീസ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ വാട്ടർ ചാനലും ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ പാച്ച് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് മനോട്ടം പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിലത്തെ ഈ ഒരു പോർഷൻ ഞാൻ ഇവിടെ ഈ പെയിൻറ്റ് കൊണ്ട് ഇത് കവർ നല്ല പീസായിരുന്നു. ഞാൻ ഈ പീസ് മാത്രം പാച്ച് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ പാച്ച് വർക്ക് ചെയ്ത് ഇവിടെ വെള്ളി ചെയ്യാനായിട്ട് നോക്കി. ഇവിടെ കത്തിയപ്പോൾ ഇത് മൊത്തം കുഴുത്തുരുമ്പായിരുന്നു. അങ്ങനെയാണ് ഈ പീസ് രണ്ടാമത് പണിത് വെച്ചത്. രണ്ടാമത് പണിഞ്ഞ് വെച്ച പീസാണല്ലേ? പണിത് വെച്ചാണ് ഇതകത്ത് കയറ്റിയത്. ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ കുറേ പൊടുവേ ഉള്ളായിരുന്നു. ഇവിടെ ഒട്ടും പൊടുവൊന്നും കാണിച്ചില്ല. നമ്മൾ പെയിൻറ്റ് ഇവിടെ വെള്ളി ചെയ്തോണ്ട് പെയിൻറ്റ് കത്തിയപ്പം ചിരണ്ടിയപ്പോഴാണ് ഇത് പൊടുവായിട്ട് കണ്ടത്. ഓക്കെ, നമുക്കേ ഇനിയിപ്പോൾ എന്തായാലും സൈഡും ഫ്രണ്ട് സൈഡും ഡോറിൻ്റെ സൈഡൊക്കെ നോക്കാം. വീലാർച്ച് എന്ന് പറയുമ്പോഴേ ഈ പീസ് നമ്മൾ പണിത് വെച്ച് ഇതിനകത്ത് കൊട്ട പീസുകളൊന്നും ഇല്ലായിരുന്നു. വീലാർച്ചിൻ്റെ ഇന്നർ പീസുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാം പണിത് തന്നെ വെച്ച് തകിടിനകത്ത് മൊത്തം പൊടിഞ്ഞു പോയായിരുന്നു ഈ അകത്തെ പീസുകൾ. അതിനകത്തെ പീസുകളെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചു തന്നതാണ്. അത് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പണിഞ്ഞ് റെഡിയാക്കി തന്നെ വെച്ച്. കാര്യം ഇത് ഈ വീലാർച്ച് നിങ്ങൾ ചെയ്തിരിക്കുന്നുണ്ടോ, അപ്പുറത്തും അതുപോലെ തന്നെ വരുന്നത്. ഈ വീലാർച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ശില്പി ചെയ്യുന്ന പോലെ തന്നെ മനോട്ടം ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ടൈം എടുത്ത വർക്കായിരുന്നു അല്ലേ? സമയം ഒരുപാട് എടുത്തു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സമയം ഒരുപാട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അകത്തെ സൈഡ് കണ്ടോ, മഡ് ഗാർഡിൻ്റെ ഉൾവശം കണ്ടോ, ആ ഉൾവശം ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഡോറൊന്ന് ഓപ്പൺ ചെയ്തോ. പിന്നെ ഇവിടെ നോക്കി, നമ്മുടെ ഡോറിൻ്റെ സൈഡ് നോക്കി, ഏറ്റവും ബാക്കിലത്തെ റൈറ്റ് സൈഡിലത്തെ ഡോറിൻ്റെ ഒരു സൈഡാണ്. ഇത് നോക്ക്, ഈ സാധനങ്ങൾ ഫുള്ള് ഇതിനകത്ത് പണിയാനായിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരു പീസിലൊന്നും ഫുള്ള് സാധനങ്ങൾ പണിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. 1.5 ഷീറ്റ് ഫുള്ള് വർക്ക് കയറിയിട്ടുണ്ട്. ഇതുപോലൊക്കെ മോൾഡ് ചെയ്ത് ഈവൻ മെഷീനിൽ മോൾഡ് ചെയ്തെടുക്കുന്ന പോലെയാണ് മനോട്ടൻ ഇത് പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞ ഒരു സ്കൾട്ടൺ ആയിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സ്കൾട്ടനായിട്ട് നമുക്കിനി ഒരുപാട് കാര്യങ്ങളായിട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതെല്ലാം പുതിയതായിട്ട് അതിൻ്റെ തുരുമ്പ് കണ്ടോ. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ പുതിയതായിട്ട് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. ഇത് ഫുള്ളും ഇതിനകത്തുള്ള ഒരു പീസ്. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡ്, ശരിക്കും പറയാം നിങ്ങൾക്ക് അത്യാവശ്യം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പോൾ ടോട്ടലായിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ്സ് കൊടുക്കണമല്ലോ. പിന്നെ നമുക്കിനി ബാലൻസ് ഇത്തിരി ഒരു വർക്ക് ബാലൻസ് കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇവിടെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ആ ഒരു സംഭവം നമ്മൾ അവിടെ ഉള്ള ഒരു പീസും കൂടെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി എടുക്കും. നമുക്കിപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉടനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ബാലൻസ് ഇനി പാച്ച് വർക്കിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊന്നുകൂടെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ മനോട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ബാക്കിൽ നമ്മൾ സ്റ്റെപ്പിന് വെക്കുന്ന ആ ഒരു റൗണ്ടാണ്. ആ ഭാഗം നോക്കി, അത് ഫുള്ളായിട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുത്ത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവം. ഇനി നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. കാര്യം ഇത്രയൊക്കെ ചെയ്തു എന്ന് ആലോചിക്കുമ്പോഴേ ഇവിടെ തന്നെ അകത്തുനിന്നുള്ള പീസുകൾ ഇനി ബാലൻസ് ചെയ്യാനായിട്ട് ഇനി ഈ സാധനത്തിനകത്തൊന്നും ബാലൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മൾ റെഡിയാക്കി ഇങ്ങനെ തന്നെ വന്നത്. പിന്നെ നമുക്ക് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത്രയും ഇഷ്ടം ഈ ഒരു വണ്ടിയോടുണ്ട്.
ഞാൻ പറഞ്ഞില്ല, ഒരു ഫുൾ വിങ്ങി ഇതിൻ്റെ പുറകെ കിടന്ന് കഷ്ടപ്പെടുക. എന്നേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നതും അല്ല ഇതിൻ്റെ പുറകെ കിടന്ന് ഉരുളുന്നതും ശരിക്കും പറഞ്ഞാൽ അഖിൽ തന്നെയാണ്. അഖിൽ ഒരു രക്ഷയില്ല. നിങ്ങൾ അഖിലിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഈവൻ ഇതിൻ്റെ ഒരു കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അഖിൽ തന്നെയാണ്. സോ അഖിലിനെ ഞാൻ ഒരു വട്ടം നിങ്ങൾ രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അഖിലിപ്പോൾ ഞാനില്ലാത്ത സമയങ്ങളിൽ പോലും അഖിൽ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും നിങ്ങളോട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. ഇനി ഫ്രണ്ടിൽ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നിങ്ങളെപ്പോലെ ഞാനും വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ്റെ ബോണറ്റ് ഒന്ന് പൊക്കി നോക്കാം, എന്താ സംഭവം നോക്കാം. നേരത്തെ ഓർമ്മയുണ്ടോ നമ്മുടെ വണ്ടി പണ്ട് ബോണറ്റ് പൊക്കുന്ന സമയത്ത് ഇതിനകത്ത് കരിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യത്തെ ആ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിയാൽ ബോണറ്റിൻ്റെ ഹുക്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടുത്തെ ഹുക്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വിഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ഇവിടുത്തെ ഈ ഒരു പീസ് നോക്കിയേ. ഈ ഒരു പീസ് മനോട്ടർ ശരിക്കും പണി കൊടുത്തൊരു പീസാണ്. അതാ ഇപ്പോൾ ഞാൻ പുറത്തൂടെ കാണിച്ചു തരാം. അതുണ്ട് ഈ ഒരു പീസ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ക്രോസ് ഫസ്റ്റ് പണി എന്ന് പറഞ്ഞ് ക്രോസ് ബമ്പർ ആയിരുന്നു. അത് ഫുള്ളി കൈ കൊണ്ട് തന്നെ മോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം ഇതിനകത്ത് എഞ്ചിൻ എടുത്ത് വെക്കാൻ പാകത്തക്കത്തിൽ റെഡി ആയിട്ടുണ്ടല്ലേ. എഞ്ചിൻ എടുത്ത് നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട ഒരു കാര്യമുള്ളൂ. വെച്ചിട്ട് കണക്ഷൻസ് എല്ലാം കൊടുക്കണം. ആക്സിൽസിൻ്റെ ലൈൻസ് എല്ലാം കിടപ്പുണ്ട്. വയറിംഗ് കിറ്റുകൾ കറക്റ്റ് ചെയ്യണം. അതെല്ലാം കൊടുക്കണം. പിന്നെ അതോടൊപ്പം ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഈ സാധനം ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അത് വളരെ നിസ്സാരമായ പണിയാണ്. അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കേണ്ട ആവശ്യമുണ്ട്. മനോട്ട ഈ ഫ്രണ്ട് പോർഷനിൽ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ റിസ്കി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരുന്നോ? ഫ്രണ്ട് പോർഷനിൽ ഈ ക്രോസ് ബമ്പറാണ് ഏറ്റവും നമ്മൾ കൂടുതൽ വലച്ചത്. പിന്നെന്ന് പറയാൻ ഇഞ്ചസ് ബോണറ്റിൻ്റെ ഇഞ്ചസ് എല്ലാം അതെല്ലാം പൊടിഞ്ഞ് കിടന്നത് അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇഞ്ചസ് എല്ലാം പൊടിഞ്ഞ് പോയിട്ട് അത് വേറെ പീസ് വെച്ച് പണിത് എല്ലാം കറക്റ്റ് ചെയ്ത്. പിന്നെ ഈ ക്രോസ് ഇത് അത് പുതിയ പീസ് ഇവിടെ ഫുള്ള് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ പുതിയ പീസ് പണിത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ഫ്രണ്ട് ഫേസ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ എഞ്ചിൻ എടുത്ത് വെച്ച് വണ്ടിയുടെ മീൻസ് ഒരു സ്കൾട്ടൺ പ്യൂറായിട്ട് മനോഹരൻ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എഞ്ചിൻ എടുത്ത് വെക്കണം, അതിൻ്റെ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പാച്ച് വർക്കിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ മെയിനായിട്ടൊരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്, നമ്മളുടെ ഗ്ലാസ് മനോട്ടം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ ബീഡിങ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഈ സാധനം കിട്ടാനില്ല. അവസാനം അഖിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു ബീഡിങ്, സെക്കൻഡ് ഹാൻഡ് ബീഡിങ് അഖിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ബീഡിങ് തന്നെയാണ്. അത് കുറേ ദിവസം ഒരു ഓയിൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അഖിൽ സെറ്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അവർക്ക് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു കിടിലൻ ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ നിങ്ങളും ഇതിനകത്ത് ഒരുപാട് റിസ്ക് സഹിക്കുന്നുണ്ട്, താങ്ങുന്നുണ്ട്, നമുക്ക് സ്പെയർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടയേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ടയറെല്ലാം ഫിറ്റ് ചെയ്തു. ടയറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഡോർ ഫുൾ അടച്ചിട്ട് ഒരു വ്യൂ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. റൂഫിൽ ഇനി ഇതാ ഈ ഒരു സാധനമുണ്ട്, ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് സെറ്റ് ചെയ്യാനുള്ളൂ, പുട്ടിയിട്ട് ലെവൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി പാച്ച് വർക്കിൻ്റെതായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ്? എൻജിൻ കയറ്റിയതിന് ശേഷം ബോഡി വെയിറ്റ് വന്നതിന് ശേഷം നമ്മൾ ഡോറെല്ലാം അലൈൻ ചെയ്യണം. ഡോറെല്ലാം കറക്റ്റ് അലൈൻമെൻറ്റ് വരുത്തണം. പിന്നെ അങ്ങും ഇങ്ങൊക്കെ കുറേ ലെവലിംഗ് ഉണ്ട് അല്ലേ? ലെവലിംഗ് ഉണ്ട്, ഗ്രൈൻഡിങ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ്ങിന് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പൈപ്പ് ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പെട്രോൾ പൈപ്പ്, ബ്രേക്ക് പൈപ്പ്, പിന്നെ എല്ലാം പൊടിഞ്ഞു പോയിരിക്കുക അല്ലേ? പൈപ്പുകൾ മൊത്തം പൊടിഞ്ഞു പോയിരിക്കുക. ആ പൈപ്പുകളെല്ലാം പുതിയതായിട്ട് ആൾട്ടർ ചെയ്ത് കയറ്റണം. ഒരു 800 അങ്ങനെ ഉള്ള വണ്ടികളുടെ പൈപ്പ് ലൈൻ എല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ അത് ടാങ്ക് എങ്ങനെയുണ്ട്? പെട്രോൾ ടാങ്ക് എങ്ങനെയുണ്ട്? പെട്രോൾ ടാങ്ക് അതിന് ഊട്ടുണ്ടെന്ന് പറയാം. നമുക്ക് തകിട് വെട്ടിയിട്ട് നമുക്ക് അടച്ചെടുക്കാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പെട്രോൾ ടാങ്കിൻ്റെ ഒരു അവസ്ഥ അതാണ്. അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമുക്കിനി എന്തായാലും അപ്പോൾ ഇനി അടുത്ത ആളുടെ ഊഴമാണ്. ശരിക്കും നമ്മളുടെ മനോഹരൻ്റെ ഇത്രയും നാളത്തുള്ള ഒരു വർക്ക് എന്നെക്കാളും ഒരുപാട്, അല്ലെങ്കിൽ നമ്മളുടെ ഫാബ്സോൺ വീൽസിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മനോഹരനാണ്. അത് പറയേണ്ട ആവശ്യമില്ല. അത്രയും തന്നെ സ്നേഹം മനോഹരന് കൊടുക്കുന്നുണ്ട്. നമ്മളായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ദാസേട്ടനെ വിളിച്ചിട്ട് ദാസേട്ടൻ്റെ കയ്യിലോട്ട് നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാം. സോ നമ്മൾ ഇതിപ്പോൾ അതാ വീണ്ടും ദാസേട്ടൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാച്ച് വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ദാസേട്ടൻ്റെ കയ്യിലോട്ടാണ് വണ്ടി നമ്മൾ തരാനായിട്ട് പോകുന്നത്. സോ പണ്ടൊരിക്കൽ ഇതുപോലത്തെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയ ഷോട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ എഞ്ചിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ ദാസേട്ട ഇനിയിപ്പം ദാസേട്ടൻ്റെ കയ്യിലോട്ട് വണ്ടി തരേണ്ട സമയമായി. സോ അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ വണ്ടിക്ക് അത് ചെയ്യേണ്ടതായിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വണ്ടി റെഡിയാക്കി ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇതിനകത്ത് ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് ഹോസുകൾ, ആ ട്യൂബുകളെല്ലാം, പൈപ്പുകൾ എല്ലാം പൊടിഞ്ഞു പോയിരിക്കുകയാണ്. സസ്പെൻഷൻ കംപ്ലൈൻറ്റുകളുണ്ട്.
നമ്മൾ ആദ്യം ബ്രേക്ക് പൈപ്പുകളെല്ലാം ഒന്ന് മാറണം. ഇപ്പം മൊത്തം ബോഡി അഴിച്ചിട്ടേക്കുന്നതുകൊണ്ട് ബ്രേക്ക് പൈപ്പുകളെല്ലാം ഒന്ന് മാറി സസ്പെൻഷനും കറക്റ്റ് ചെയ്ത് ഫ്യൂവലിൻ്റെ ലൈനുകളും കറക്റ്റ് ചെയ്ത് ടാങ്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എഞ്ചിൻ കയറ്റുന്നത് ഗിയറും എല്ലാം പിന്നീട് കയറ്റാം. അതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ദാസേട്ടാ, നമ്മുടെ പൈപ്പെല്ലാം തുരുമ്പിച്ച് പോയെന്നാണ് മനോട്ടം പറഞ്ഞത്. ആ പൈപ്പുകളെല്ലാം നമുക്കിനി പുതിയ വാങ്ങേണ്ടി വരുമോ? പുതിയത് വാങ്ങിയിടണം. അത് പുതിയത് ഇതിൻ്റെ അത് കിട്ടാൻ സാധ്യതയില്ല. 800 വല്ലതും മേടിച്ച് നമുക്ക് അതിന് ഓൾട്ടർ ചെയ്ത് എടുക്കേണ്ടി വരും. ഇവിടെ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെ അല്ല, യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് അകത്തു നിന്ന് ബാക്കിൽ മാസ്റ്റർ സിലിണ്ടറിന് അകത്താണ് വരുന്നത് അല്ലേ. 800 നമ്മുടെ ടൈപ്പ് 1 ടൈപ്പ് 2 അങ്ങനെ വരുന്നതിന് പുറത്തായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിന് ഉള്ള അകത്താണ് വരുന്നത് മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ അവിടെ നിന്നുള്ള ബാക്കിലേക്കുള്ള പൈപ്പുകളാണ് ഈ പൊടിഞ്ഞു പോയേക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ 800 മേടിച്ച് അതിന് സൂട്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ തന്നെ സാധനം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ 800 നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റുമോ? ചെയ്തെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ബോൾ അതിൻ്റെ എൻ്റെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലേ. പിന്നെ ആദ്യം നമ്മൾ ബ്രേക്കാണ് ക്ലിയർ ആക്കാൻ പോകുന്നത്. ബ്രേക്കും സസ്പെൻഷനും പിന്നെ ഫ്യൂൽ ലൈൻ ഇളക്കി വെച്ചിരിക്കുന്നുണ്ട്. അത് ഇത്രയും ക്ലിയർ ചെയ്തിട്ട് മാത്രം നമുക്ക് എഞ്ചിൻ കയറ്റാൻ പറ്റും. അത് എഞ്ചിൻ ഇപ്പോൾ ഉള്ളതിലും കയറ്റാം. പിന്നെ അതിനിടയ്ക്ക് കിടന്ന് പണിയുന്നതിന് നല്ലത് ഇപ്പോൾ ഇത്ര ഓപ്പൺ ആയിരിക്കുമ്പോൾ ആ പണികൾ ചെയ്യാൻ എളുപ്പമാണ്. എല്ലാം തുറന്നിട്ടേക്കുന്നതുകൊണ്ട്. അതെ. അപ്പോൾ ഇനി നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ദാസേട്ടൻ്റെ കയ്യിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 50% വർക്ക് ഇതിനകത്ത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ബാലൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ദാസേട്ടാ, അത് നിങ്ങളുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഗ്രൈൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഞങ്ങളുടെ പണിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മനോട്ടം പറയുന്നിട്ട് ഇതിനകത്ത് എഞ്ചിനെല്ലാം കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ നമുക്ക് അലൈൻ ചെയ്യാം. മീൻസ് അതിൻ്റെ ഇത് സീറ്റിംഗ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിപ്പോൾ വെയിറ്റ് ഇല്ല നടക്കുന്നുണ്ട്, ബോഡി പൊങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മാറ്റം ബോഡിയിൽ ഇതെല്ലാം തകിട് കൊണ്ടുള്ള വിരിവൊക്കെ വരും. അതുകൊണ്ട് അത് കറക്റ്റ് ആവാത്ത വെയിറ്റ് വരുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അതുപോലെ നമുക്കിനി കാർബറേറ്റർ എടുക്കേണ്ട ആവശ്യമാണ്. കാർബറേറ്റർ വേണം. ഡിസ്ട്രിബ്യൂട്ടറിനകത്തൊരു ശകലം പ്രശ്നമുണ്ട്. പിന്നെ വാൾ കവർ ലീക്കുണ്ട്. ആ ലീക്കെല്ലാം അതെല്ലാം കറക്റ്റ് ചെയ്ത് എഞ്ചിനൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കയറ്റാം. പെയിൻറ്റ് ചെയ്ത് നമുക്കൊന്ന് പുതിയതുപോലെ ആക്കി കയറ്റാം. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. എനിക്കൊന്ന് എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല നല്ലതാണ്. എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫ്യൂൽ ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാം. എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ഈ നിങ്ങളുടെ പണിയെല്ലാം ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് എടുക്കും അല്ലേ? 1 വീക്ക് നിങ്ങളുടെ പണിയെടുക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളോട്ടൊക്കെ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ ഫ്യൂൽ ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ നിങ്ങൾ കണ്ടല്ലോ ഡയറക്റ്റായിട്ട് നിങ്ങളോട് തന്നെ ദാസേട്ടൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി കാര്യങ്ങളെല്ലാം ദാസേട്ടൻ്റെ കയ്യിൽ തന്നെയാണ്. നമുക്കിതിനകത്തൊക്കെ ഒന്ന് നോക്കാം. ദാസേട്ടൻ അതിനകത്തൊന്ന് നോക്കുന്നുണ്ട്. പിന്നെ അല്ല, ഈ പൈപ്പ് ലൈൻ ഇവിടെ വരെ ഓൾമോസ്റ്റ് കുഴപ്പമില്ല. അകത്തുള്ള പൈപ്പ് ലൈന് കുഴപ്പമില്ല. ഇവിടെ കഴിഞ്ഞ് അകത്തേക്ക് അടിയിലേക്ക് പോകുന്ന ഭാഗമാണ് പൊടിഞ്ഞു പോയിരിക്കുന്നത് അല്ലേ. അണ്ടർ ബോഡിയിൽ വന്നേക്കുന്ന ആ പൈപ്പ് ലൈനുകളെല്ലാം പൊടിഞ്ഞു. അത് മനോഹരൻ അത് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, ലൈൻസ് എല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ടെന്ന്. സോ നമുക്ക് എന്തായാലും അപ്പോൾ ഇനി ദാസേട്ടനോട് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ദാസേട്ടൻ്റെ കാര്യങ്ങളായിരിക്കും ഇനി കൂടുതലായിട്ട് കാണാൻ പോകുന്നത്. നമ്മൾ എഞ്ചിൻ കയറ്റുന്ന എഞ്ചിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഇത്രയും തിരക്കുണ്ട്. കാണുമ്പോൾ നിങ്ങളിവിടെ നോക്കണം, ഇത്രയും വണ്ടികൾ ഇവിടെ കിടപ്പുണ്ടതാ. ഇത് കണ്ടോ, മേജർ കംപ്ലൈന്റ് ഉള്ള വണ്ടികളാണ് എല്ലാം. മേജർ കംപ്ലൈൻറ്റ് ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് ഇവിടെ ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പസാറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇത്രയും വർക്ക് ചെയ്തിട്ട് വേണം ആശാനെ നമ്മുടെ വണ്ടി ചെയ്തു തരാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും നമുക്ക് 1 വീക്കിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാവുമെന്ന് ദാസേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ വെയിറ്റിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും കിളി പറഞ്ഞിരിക്കുകയായിരിക്കും. ശരിക്കും നിങ്ങൾക്കിപ്പോൾ നമ്മളെ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായാലും സോ അധികം വൈകാതെ തന്നെ നമ്മളെ വണ്ടി വർക്ക് കഴിഞ്ഞ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കും. നിങ്ങളോടൊപ്പം തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ബഡ്ജറ്റ് നമ്മളെ കയ്യിൽ നിന്ന് കയറിപ്പോയി. സോ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ വളരെ ലോസ് ലെവലിലായി, നമ്മൾ എക്കോണമിയിൽ വളരെ ലോസ് ലെവലായി പോയി. സോ എന്തായാലും അത് നമ്മൾ വളരെ കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. കാര്യം ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിടിലം എപ്പിസോഡ്സ് വരുന്നുണ്ട്. ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. നല്ല കിടിലം വർക്ക്ഷോപ്സിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി വണ്ടി മോഡിഫൈ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളുടെ വീഡിയോസൊക്കെ ഉടനെ ഇങ്ങനെ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അതൊന്നും മിസ് ചെയ്ത് നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലൻ എപ്പിസോഡിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഫാബ്സ് ഓൺ വീൽസിൻ്റെ വക ഒരു ഗുഡ് ബൈ. അതോടൊപ്പം തന്നെ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ഗൈസ്.